നമസ്കാരം. ഇന്ന് ലോകം ഉറ്റുനോക്കുന്നത് ഒരു കടലിടുക്കിലേക്കാണ്. ഭൂപടത്തിൽ ഒരു നേർത്ത വര പോലെ കാണപ്പെടുന്ന ഹോർമൂസ് കടലിടുക്ക്. എന്നാൽ ആ നേർത്ത വരയിലൂടെയാണ് ലോക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡികൾ ഒഴുകുന്നത്. ആ ജലപാതയുടെ തിരമാലകൾ ഇന്ന് ശാന്തമല്ല. അവയിൽ യുദ്ധത്തിന്റെ നിഴലുകൾ പതിഞ്ഞു കിടക്കുകയാണ്. ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അമേരിക്കൻ യുദ്ധക്കപ്പലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടിരിക്കുകയാണ്. അതേസമയം അത്തരം ആക്രമണം നടന്നിട്ടില്ല എന്ന് അമേരിക്കൻ സൈന്യം നിഷേധിക്കുകയും ചെയ്യുന്നു. എന്നാൽ സത്യം എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്: പേർഷ്യൻ ഗൾഫിന്റെ ആകാശം വീണ്ടും അശാന്തിയുടെ കരിമേഘങ്ങളാൽ മൂടപ്പെടുകയാണ്. ഹോർമൂസിൽ അമേരിക്കൻ പടക്കപ്പൽ ആക്രമിച്ചെന്ന് അവകാശപ്പെട്ടാണ് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഒമാൻ ഉൾക്കടലിൽ ഇറാന്റെ പ്രാദേശിക അതിർത്തിയോട് അടുക്കാൻ ശ്രമിച്ച അമേരിക്കയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ പ്രവർത്തിക്കുന്ന യുദ്ധക്കപ്പലിനെ തങ്ങളുടെ നാവികസേന വിജയകരമായി ലക്ഷ്യമിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീമാണ് സൈന്യത്തെ ഉദ്ധരിച്ച് ഈ സുപ്രധാന വിവരം പുറത്തുവിട്ടത്. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ തങ്ങളുടെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ അമേരിക്ക നിരന്തരം നടത്തുന്ന ആക്രമണങ്ങൾക്കും ഹോർമൂസ് കടലിടുക്കിലെ രാജ്യാന്തര ചട്ടങ്ങൾ US ലംഘിച്ചതിനുമുള്ള ശക്തമായ തിരിച്ചടിയാണിതെന്ന് ഇറാൻ സൈന്യം പ്രസ്താവിച്ചു. എന്നാൽ ഇറാന്റെ ഈ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് US സെൻട്രൽ കമാൻഡ് അടിയന്തരമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒമാൻ ഉൾക്കടലിൽ US നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഇറാൻ ആക്രമിച്ചു എന്ന വാർത്ത തികച്ചും വ്യാജമാണെന്നും ഇറാൻ ലോകത്തിനു മുന്നിൽ കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും അമേരിക്കൻ സൈനിക വക്താക്കൾ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുണ്ട്. കടലിലുള്ള അമേരിക്കൻ സൈനിക സംവിധാനങ്ങളും കപ്പലുകളും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ പൂർണ്ണ സുരക്ഷിതമായി തങ്ങളുടെ ദൗത്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നും US സൈന്യം വ്യക്തമാക്കി. മേഖലയിൽ USഉം ഇറാനും തമ്മിലുള്ള സൈനിക അസ്വാരസ്യങ്ങൾ കടുത്ത യുദ്ധഭീതി ഉയർത്തുന്നതിനിടയിലാണ് പരസ്പര വിരുദ്ധമായ ഇത്തരം പ്രസ്താവനകൾ കൂടി പുറത്തുവരുന്നത്. ഇറാന്റെ അവകാശവാദവും അതിനെതിരെയുള്ള അമേരിക്കയുടെ കടുത്ത നിഷേധവും അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഒരിക്കൽ വ്യാപാര കപ്പലുകളുടെ വിസിലുകൾ മാത്രം മുഴങ്ങിയിരുന്ന കടലിടുക്കിൽ ഇന്ന് മിസൈലുകളുടെ നിഴലുകളാണ് സഞ്ചരിക്കുന്നത്. സമുദ്രത്തിന്റെ നീലനിറത്തിന് മുകളിൽ രാഷ്ട്രീയത്തിന്റെ ചുവന്ന രേഖകൾ വരയ്ക്കപ്പെടുകയാണ്. ഓരോ യുദ്ധക്കപ്പലും ഒരു രാജ്യത്തിന്റെ ശക്തിയുടെ പ്രതീകമാണെങ്കിൽ ഓരോ മിസൈലും മനുഷ്യന്റെ സമാധാന സ്വപ്നങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയാവുകയാണ്. ഹോർമൂസ് ഒരു കടലിടുക്ക് മാത്രമല്ല, ലോകത്തിന്റെ എണ്ണ വിതരണത്തിന്റെ ഹൃദയമിടിപ്പാണ്. അവിടെ ഒരു വെടിവെച്ച് ഉയർന്നാൽ അതിന്റെ പ്രതിധ്വനി ന്യൂയോർക്കിലെ ഓഹരി വിപണിയിലും ലണ്ടനിലെ വ്യാപാര കേന്ദ്രങ്ങളിലും ഡൽഹിയിലെ സാമ്പത്തിക നയങ്ങളിലും പോലും കേൾക്കും. കാരണം ഇന്നത്തെ ലോകം അത്രയേറെ പരസ്പര ബന്ധിതമാണ്. യുദ്ധങ്ങൾ പലപ്പോഴും അതിർത്തികളിൽ ആരംഭിക്കാറുണ്ട്, പക്ഷെ അവയുടെ ആഘാതം അതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങാറില്ല. ചരിത്രം പഠിപ്പിക്കുന്നത് അതാണ്. ഒരു പ്രദേശത്തെ സംഘർഷം ലോകത്തിന്റെ പല കോണുകളിലേക്കും സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും വ്യാപിക്കാം. ഇന്ന് ഹോർമൂസിന്റെ ജലപാതയിൽ ഉയരുന്ന ഓരോ തിരമാലയും ഒരു ചോദ്യം ചോദിക്കുന്നു: ശക്തി പ്രകടനങ്ങളുടെയും മത്സരത്തിന് അവസാനം എവിടെയാണ്? മിസൈലുകൾ കൊണ്ട് സമാധാനം സൃഷ്ടിക്കാനാകുമോ? യുദ്ധക്കപ്പലുകൾ കൊണ്ട് വിശ്വാസം കെട്ടിപ്പടുക്കാനാകുമോ? ലോകം വീണ്ടും ഒരു വഴിത്തിരിവിലാണ്. ഒരു വശത്ത് നയതന്ത്രത്തിന്റെ പ്രകാശം, മറുവശത്ത് യുദ്ധത്തിന്റെ അഗ്നി. മനുഷ്യരാശി ഏത് വഴിയിലേക്ക് നടക്കുമെന്ന് തീരുമാനിക്കുന്ന നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. യുദ്ധം മനുഷ്യരാശിയെ ഉന്മൂലനം ചെയ്ത ചരിത്രം മാത്രമാണ് ലോകം എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഈ കഥ ചരിത്രം എങ്ങനെയാണ് കുറിച്ചു വെക്കുന്നതെന്നറിയാൻ ഇനിയും അശാന്തിയുടെ കാത്തിരിപ്പ് അനിവാര്യമാവുകയാണ്.